വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബിജെപിയെ നേരിടാൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കാൻ ഔദ്യോഗികമായി ഒരുങ്ങുകയാണെന്ന വാർത്തകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈകോർത്ത ഇരു പാർട്ടികളും യുപിയിലെ ആകെ 80 സീറ്റുകളിൽ 43 എണ്ണവും നേടി വൻ മുന്നേറ്റം നടത്തിയിരുന്നു. ഈ വിജയ ഫോർമുല നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരാനാണ് ഇരു കൂട്ടരുടെയും തീരുമാനം. ഇരുപക്ഷത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും സഖ്യം യാഥാർത്ഥ്യമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇരു പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം ഇരു പാർട്ടികൾക്കും വലിയ നേട്ടമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. യുപിയിലെ 80 സീറ്റുകളിൽ 43 എണ്ണവും ഈ സഖ്യമാണ് നേടിയത്. ഈ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരേണ്ടത് അനിവാര്യമാണെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തോളം ബാക്കി നിൽക്കെ ബിജെപി ക്യാമ്പിലും പ്രതിപക്ഷ നിരയിലും ഒരുക്കങ്ങൾ സജീവമാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിൽ ഇതിനകം പുനഃസംഘടന പൂർത്തിയായി കഴിഞ്ഞു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും. സീറ്റുകളുടെ എണ്ണത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഇരുവർക്കും സമ്മതമായ ഒരു ഫോർമുല കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരുപക്ഷവും. സമാജ്വാദി പാർട്ടി കോൺഗ്രസിനും 60 മുതൽ 80 വരെ സീറ്റുകൾ നൽകാൻ ആലോചിക്കുമ്പോൾ 120ഓളം സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. അതേസമയം സഖ്യത്തിലേക്കുള്ള വഴി അത്ര സുഗമമാകില്ലെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനതല തെരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യം മുൻപ് വലിയ നേട്ടമുണ്ടാക്കിയിരുന്നില്ല. കോൺഗ്രസിന് നിലവിൽ ഉത്തർപ്രദേശിൽ ശക്തമായ ജനപിന്തുണയില്ലെന്നും അവർ സമാജ്വാദി പാർട്ടിയുടെ തോളിലേറിയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്നും പ്രാദേശിക SP നേതാക്കൾക്ക് മുൻപേ പരാതിയുണ്ട്. 2017 ദയനീയ UP പരാജയത്തിനു ശേഷം 2022 ഇരു പാർട്ടികളും തനിച്ചാണ് മത്സരിച്ചത്. അന്ന് വെറും 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. വോട്ട് വിഹിതം 2.33% ചുരുങ്ങുകയും ചെയ്തു. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SPക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസ് വിസമ്മതിച്ചതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള അകലം വീണ്ടും വർദ്ധിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. സഖ്യകാര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ സംഘടന ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണന. വോട്ടർ പട്ടിക പുതുക്കലിനു ശേഷം എല്ലാ ജില്ലകളിലും പാർട്ടി സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കും. ബിജെപിയെ നേരിടാൻ 403 സീറ്റുകളിലും കോൺഗ്രസ് സാന്നിധ്യം ശക്തമാക്കുകയാണ് ലക്ഷ്യം. കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ഉത്തർപ്രദേശിന്റെ ചുമതലക്കാരനുമായ അവിനാഷ് പാണ്ഡെ പറഞ്ഞു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം പര്യടനത്തിലാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം ആഗ്ര സന്ദർശിച്ചിരുന്നു. എല്ലാ ജില്ലകളിലും പാർട്ടി ജാതി സർവേകൾ നടത്തിക്കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. എന്നാൽ വെല്ലുവിളികൾ ഏറെയാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിന് ശക്തമായ സംഘടനാ അടിത്തറയില്ലെന്നും അവർ തോളിലേറിയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നും ചില പ്രാദേശിക SP നേതാക്കൾക്ക് പരാതിയുണ്ട്. BSP, AIMIM തുടങ്ങിയ പാർട്ടികൾ മത്സരരംഗത്തിറങ്ങിയാൽ ദളിത് മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും ഈ സഖ്യത്തിനുണ്ട്. നിലവിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും സഖ്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും അന്തിമ ഫോർമുലയും പുറത്തുവരിക. സഖ്യം വരും തെരഞ്ഞെടുപ്പുകളിലും തുടരുമെന്ന് SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിലപേശലിലൂടെ കൂടുതൽ സീറ്റുകൾ നേടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിജയം ഉറപ്പുള്ള സ്ഥാനാർത്ഥി എന്ന ഫോർമുലയ്ക്കാണ് പ്രാധാന്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാദേശിക കക്ഷികളുടെ പ്രാധാന്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണമെന്നും അഖിലേഷ് ആവശ്യപ്പെടുന്നു. മുൻകാലങ്ങളിൽ പ്രതിപക്ഷ സഖ്യങ്ങളിൽ അവസാന നിമിഷം വരെ സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ബീഹാറിലും മറ്റും സംഭവിച്ച ഇത്തരം പാളിച്ചകൾ UPയിൽ ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ സീറ്റുകൾ ഉറപ്പിക്കാനാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ തീരുമാനം. സ്വന്തം നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസ് സഖ്യ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഉത്തർപ്രദേശിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കോൺഗ്രസ് തങ്ങളുടെ പാർട്ടി അടിത്തറ ശക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തങ്ങൾ ശക്തമായാൽ മാത്രമേ സഖ്യകക്ഷികളെ സഹായിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.